ക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് ലൈഫിൽ സഫറിങ് ചെയ്തുകൊണ്ടാണ് എല്ലാവരും ജീവിക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ വലിയ മുതിർന്നവർ വരെ ഒരുപാട് ലൈഫിൽ സഫറിങ് ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ആ കുട്ടിക്ക് ഇത്രയും സഫറിങ് ചെയ്യേണ്ട കാര്യമില്ല. ചെറിയ ഒരു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ആ കുട്ടിക്ക് മൈൻഡ് എന്താണ്, സബ് കോൺഷ്യസ് മൈൻഡ് എന്താണെന്നുള്ള പ്രോപ്പറായിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ മൈൻഡിൻ്റെ എറേഴ്സ്, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ എറേഴ്സ് അതാത് സമയത്ത് റീപ്രോഗ്രാമിങ് ചെയ്തുകൊണ്ട് നല്ലൊരു ബെറ്റർ ലൈഫ് നയിക്കാൻ പറ്റും. പക്ഷെ അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലില്ല. ആക്ച്വലി അത് കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരു കർഷകൻ എപ്പോഴാണ് ഈ മാത്സും ഫിസിക്സും കെമിസ്ട്രിയൊക്കെ ഉപയോഗിക്കുക? ഒരു കൂലിപ്പണിക്കാരൻ എവിടെയാണ് ഇതൊക്കെ ഉപയോഗിക്കുന്നത്? അദ്ദേഹത്തിനും ഇതെല്ലാം ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റണം. ഇതെല്ലാം അദ്ദേഹത്തിനും എല്ലാവരും ഒരുപാട് ടാലൻ്റ് ഉള്ളവരാണ്. പക്ഷേ എല്ലാവരും ഈ ടാലൻ്റ് എല്ലാം ലിമിറ്റഡ് ബിലീഫ് സിസ്റ്റമായ സബ്